നോമ്പ് കാലഘട്ടം സ്വയം ശൂന്യവൽക്കരണത്തിന്റെ കാലം. പഴയ നിയമ കാലഘട്ടങ്ങളിൽ നോമ്പ് വിചാരങ്ങൾ നൽകുന്ന ചില ബോധ്യങ്ങളുണ്ട്. രട്ടുടുത്ത് വെണ്ണീരിൽ ഇരുന്ന് ദൈവത്തോട് നിലവിളിച്ചിരുന്ന ജനം, രട്ടുടുത്ത് വെണ്ണീരിൽ ഇരുന്നിരുന്ന ജനം, അതുവരെയും ഉണ്ടായിരുന്ന അവരുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് പൊടിമേൽ ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് മനുഷ്യൻ ദൈവത്തോട് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്: ദൈവമേ, ഞാനൊന്നുമല്ല. കർത്താവേ, ഞാനൊന്നുമല്ല. ഞാൻ വെറും പൊടിയാണ്, ഞാൻ വെറും മണ്ണാണ്. നിന്റെ കൃപയില്ലാതെ എനിക്ക് നിലനിൽപ്പാനായിട്ട് കഴിയുകയില്ല. പ്രിയ ദൈവജനമേ, ഈ നോമ്പ് കാലഘട്ടം അത്തരം ഒരു ബോധ്യത്തിലേക്കുള്ള മടങ്ങി വരവാണ്. ഞാൻ ഒന്നുമല്ല എന്ന തിരിച്ചറിവോടെ, ഞാൻ വെറും പൊടിയാണ്, മണ്ണാണ് എന്ന ബോധ്യത്തിലേക്കുള്ള മടങ്ങി വരവിന്റെ നാളുകളായി ഈ കാലഘട്ടം മാറട്ടെ. വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒരു ചിന്തയുണ്ട്: ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമാണ്. തിരക്കേറിയ നമ്മുടെ ജീവിതയാത്രകളിൽ നാം മറന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. എന്റെ ജീവിതം എത്ര ക്ഷണികമാണ് എന്നും എന്റെ ജീവിതം എത്ര ബലഹീനമാണ് എന്നും നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എന്തൊക്കെയോ ചില അധികാരങ്ങൾ നമുക്ക് ഉണ്ട് എന്ന് നാം അവകാശപ്പെടുന്ന ചില സാമ്പത്തിക ഉറവിടങ്ങൾ, ചില ഉപജീവന മാർഗങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബന്ധുബലങ്ങൾ, ഞാൻ ആരൊക്കെയോ ആണ് എന്ന ചിന്തകളിലേക്കും അഹങ്കാരങ്ങളിലേക്കും നമ്മെ നയിക്കാറുണ്ട്. എന്നാൽ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നാം തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമാണ്: ഞാൻ ഒന്നുമല്ല. കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്നും ഈ ഭൂമിയിൽ ഞാൻ ജീവനോട് ശേഷിക്കുന്നത്. എനിക്കുണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നതൊക്കെ കർത്താവ് നൽകിയ ദാനങ്ങളാണ് എന്ന ബോധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാനായിട്ട് കഴിയണം. ഞാൻ എന്ന പാവങ്ങളെ വെടിഞ്ഞ് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ, ഞാൻ വെറും മണ്ണാണ്, പൊടിയാണ് എന്ന ബോധ്യത്തിലേക്ക് മടങ്ങി വരുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഒരുക്കുമാറാകട്ടെ. ആമേൻ.